ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അലീഷാസ് കിച്ചൻ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വെജ് പുലാവാണ്. കുക്കറിൽ വളരെ പെട്ടെന്ന് വിത്തിൻ 5 minutes എങ്ങനെ വെജിറ്റബിൾ പുലാവ് ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇപ്പം ഇതിനായിട്ട് ഞാനൊരു കുക്കർ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് അല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് 3 സവാള വളരെ സ്ലൈസായിട്ടായിട്ട് കട്ട് ചെയ്തത് അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് അല്പം സൺഫ്ലവർ ഓയിൽ കൂടി ചേർക്കുക. വെറും നെയ്യിൽ മാത്രമല്ല വഴറ്റുന്നത്, സൺഫ്ലവർ ഓയിലും ഗീയും കൂടി ആഡ് ചെയ്താണ് ഇതിലേക്ക് വഴറ്റുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കാം. പൊട്ടാറ്റോ, ക്യാരറ്റ്, ബീൻസ് ഇതൊക്കെ വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇതിലോട്ട് ചേർത്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കോളിഫ്ലവർ, ക്യാബേജ്, ബീൻസ്, ഗ്രീൻ പീസ് ഒക്കെ നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിലോട്ട് സ്കാലിയൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സ്കാലിയൻ അറിയാമായിരിക്കുമല്ലോ, പച്ച ഉള്ളി എന്നറിയപ്പെടുന്നത്. അത് വളരെ തിന്നായിട്ട് അരിഞ്ഞ് ചേർക്കുന്നുണ്ട്. അതുപോലെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് പച്ചമുളക് ആഡ് ചെയ്യണം. അപ്പോൾ അത് ഞാൻ കുട്ടികളൊക്കെ കഴിക്കുന്നതായതുകൊണ്ട് ഞാൻ ഇത് ബീൻസ് ആണെന്ന് കരുതി അവർ ചിലപ്പോൾ എടുത്ത് കഴിച്ചു പോകും. അതുകൊണ്ട് കുറച്ച് ചുവപ്പ് കളറുള്ള ഒരു പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. അതും കുറച്ച് വലുതായിട്ട് കട്ട് ചെയ്തിട്ടു. ഇനി ഇതിലേക്ക് ഗരം മസാലയുടെ കുറച്ച് പൊടിക്കാത്ത ആഡ് ചെയ്ത് കൊടുക്കാം. പട്ട, കറുവാപ്പട്ട, കുരുമുളക്, ഗ്രാമ്പു അതൊക്കെ ഒരു 4 പീസ് വീതം ഇട്ട് കൊടുക്കാം. എല്ലാം നല്ലതുപോലെ ഒന്ന് ചേർത്ത് ഇളക്കുക. അതിനുശേഷം ഇതിലേക്ക് റൈസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ 2 കപ്പ് റൈസാണ് ഇതിലേക്ക് എടുക്കുന്നത്. ബസുമതി റൈസ് തന്നെയാണ്. കഴുകി വൃത്തിയാക്കിയ ശേഷം 2 കപ്പ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. ഇനി ഈ വെജിറ്റബിൾസ് ഒക്കെ ആയിട്ടൊന്ന് ചേർത്ത് ഇളക്കി റൈസ് ഒന്ന് ചെറുതായിട്ട് ഫ്രൈ ആക്കി എടുക്കുക. റൈസ് വെജിറ്റബിൾസും ഒക്കെ ആയിട്ട് നല്ലതുപോലെ മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പം ചൂട് വെള്ളമാണ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കേണ്ടത്. നമ്മളിപ്പം 2 കപ്പ് റൈസാണ് നമ്മൾ എടുത്തത്. അപ്പോൾ 2 കപ്പ് റൈസിന് 4 കപ്പ് വെള്ളമാണ് ഒഴിക്കേണ്ടത്. ഞാൻ വെള്ളം ചൂടാക്കി അത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നു. നല്ലതുപോലെ ഒന്ന് ചേർത്ത് ഇളക്കുക. ആവശ്യമെങ്കിൽ നമുക്ക് ഇതിലേക്ക് അല്പം ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കൊറിയാണ്ടർ ലീവ്സ്, പുതിന ആഡ് ചെയ്ത് കൊടുത്ത് കുക്കർ അടച്ചു വെച്ച് വേവിക്കാം. 2 വിസിൽ കേട്ടാൽ മാത്രം മതി. 2 കേട്ട് 3ാമത്തെ വിസിൽ വരുന്നതിന് തൊട്ട് മുമ്പ് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. റൈസ് നല്ല പാകത്തിന് ആയി കിട്ടും. ഇപ്പോൾ 2 വിസിൽ കേട്ട് 3ാമത് കേൾക്കുന്നതിന് മുമ്പായി ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കാഷ്യൂ നട്ട്സ് ഫ്രൈ ചെയ്തിടാം. അതിനായിട്ട് ഞാനിപ്പോൾ ഒരു പാനിൽ നെയ്യ് ചൂടാക്കാനെടുത്ത് ഇതിലോട്ട് ഗാർലിക് ചെറുതായിട്ട് കട്ട് ചെയ്തത്, കാഷ്യൂ നട്ട്സ് ഇതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കുക്കർ സ്റ്റീം പോയി തീർന്നതിന് ശേഷം നമുക്ക് ഓപ്പൺ ചെയ്യാം. എന്നിട്ട് നമ്മൾ ഈ വറുത്ത് വെച്ചിരിക്കുന്ന ഗാർലിക്കും കാഷ്യൂ നട്ട്സും അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. റൈസ് നല്ല പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. വേവ് കൂടുകയോ കുറയുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഇനി നമുക്ക് ഈ ഫ്രൈ ചെയ്തിരിക്കുന്നതൊക്കെ ഇതിലോട്ട് ആഡ് ചെയ്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വരുന്ന ബെല്ലൈക്കൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഓൾ എന്ന ബട്ടണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വെജിറ്റബിൾ പുലാവ് ഉണ്ടാക്കാൻ സാധിച്ചില്ലേ. കുക്കറിൽ വളരെ ഈസി ആയിട്ട് 5 minutesനുള്ളിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. 2 വിസിൽ കേട്ടാൽ മതി. പിന്നീട് ഇനി അല്പം വേവുള്ള അരിയാണെന്നുണ്ടെങ്കിൽ തന്നെ ബാക്കിയുള്ളത് ആ ഒരു അല്പനേരം സ്റ്റീമിലിരുന്നിട്ട് നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയം ആകുമ്പോഴത്തേക്കും റൈസ് നല്ല പാകമായി വരും. അപ്പോൾ നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. ഓക്കെ, ബൈ, ടേക്ക് കെയർ.